അഡ്വക്കേറ്റ് അഭിലാഷ്, ഈ ഹൈക്കമാൻഡ് നമ്മളെപ്പോഴും കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളിൽ കേൾക്കുന്ന പേരാണ്, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു നാമധേയമാണ് ഹൈക്കമാൻഡ്. വാട്ട് ഈസ് ദിസ് ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം എന്നാണ് ഹൈക്കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ പദവിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തീരുമാനം. അതിന് നേരത്തെ തന്നെ ഒരു പേരിട്ട് വിളിച്ചു, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു പേരിട്ട് വിളിച്ചു. അതാണ് ഹൈക്കമാൻഡ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോ ഒരു പേരുണ്ടല്ലോ. നമ്മുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതിയാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ബോഡിയെന്നും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് തീരുമാനം. ഓക്കെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് CPM-ൻ്റെ ഭരണഘടനയിൽ ലിഖിതമായിട്ട് എഴുതി ചേർക്കപ്പെട്ട ഒന്നാണ്. പക്ഷേ ഹൈക്കമാൻഡ് എന്നൊന്ന് കോൺഗ്രസിൻ്റെ ഭരണഘടനയിലുണ്ടോ? വാസ്തവത്തിൽ ഭരണഘടനയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. അപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് അതിൻ്റെ അവസാന തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ എടുക്കുന്ന വർക്കിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് ഹൈക്കമാൻഡ് എന്നുള്ളൊരു ഓമന പേരെന്നാണ് ഒരു പറയാൻ വേണമെങ്കിൽ. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, ഒരു പക്ഷേ KC വേണുഗോപാലും കൂടെ ഉൾപ്പെട്ട ഒരു അങ്ങനെ മല്ലികാർജുന ഖാർഗെയുണ്ട്. പ്രവർത്തക സമിതി അംഗങ്ങളെ നമ്മൾ എല്ലാവരും എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായ ശ്രീ AK ആന്റണി സാറുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രവർത്തക സമിതി അംഗമല്ലെങ്കിലും പ്രത്യേക ക്ഷണിതാവാണെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൂടെ കേട്ടതിന് ശേഷമാണ് ഒരു തീരുമാനം. അംഗങ്ങളല്ല ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. തീരുമാനമെടുക്കുന്നതിന്റെ വാസ്തവത്തില് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് അഭിലാഷ് തന്നെ പറഞ്ഞു. ഈ കമാൻഡ് എന്നുള്ളൊരു വാക്ക് തന്നെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം സമവായം എന്നുള്ള വാക്ക്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് സമവായം ഓർ കൺസെൻസസ്. പക്ഷേ ഈ കമാൻഡ് എന്ന് പറയുന്ന പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണല്ലേ? എൻ്റെ സംശയമാണ്, ഒരു വിദ്യാർത്ഥിയുടെ സംശയമായിട്ട് കണക്കാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഓമന പേരായിട്ട് വേണമെങ്കിൽ ഒരു വിളി, ഒരു ഹൈക്കമാൻഡിൽ നിന്നൊരു തീരുമാനം വരും. അതൊരു നേരത്തെ പറഞ്ഞ് ശീലിച്ച ഒരു കാര്യമാണ്. അതിൽ പൂർണ്ണമായ ജനാധിപത്യമാണ് ഉള്ളത്. ജനാധിപത്യപരമായ തീരുമാനങ്ങളാണ് എല്ലാ പ്രാവശ്യം എല്ലാ തവണയും ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുന്നത്. ചില തീരുമാനങ്ങളൊക്കെ പാളിച്ചയായിട്ട് ഉണ്ടായിപ്പോകാമായിരിക്കാം. പക്ഷെ അതിപ്പോൾ എല്ലാ സംഘടനകളിലും ഉണ്ടാകും. അതനുസരിച്ച് ചില പാളിച്ചകൾക്കുണ്ടാവാം, സ്വാഭാവികമാണ്. അതെ. അപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ബോഡി കോൺഗ്രസിന് ഗുണകരമായിട്ട് ഉള്ളതാണോ? തീർച്ചയായിട്ടും. പ്രവർത്തക സമിതിയാണ് ഹൈക്കമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏത് സംസ്ഥാനത്തെ പറ്റി തീരുമാനമെടുക്കുക, മൊത്തത്തിലെടുത്ത് തീരുമാനമാണെങ്കിലും പ്രവർത്തക സമിതി അംഗങ്ങളെ കൂടി ചേർന്ന് എടുക്കുന്ന ഒരു തീരുമാനം പറയുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് അങ്ങനെയുള്ള നേതാക്കളാണ് പറയുന്നത്. അതാണ് ഹൈക്കമാൻഡ് എന്ന് നമ്മൾ ഒരു വിളിപ്പേരിട്ട് പറയുന്ന ഹൈക്കമാൻഡ് മാത്രം. വളരെ നിർണായകമായിട്ടുള്ള ചരിത്രപരമായ തീരുമാനങ്ങൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, ഒരുപക്ഷെ നെഹ്റുവിയൻ ഭരണകാലത്ത് ഈ പേര് നമ്മൾ കേട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലാണ് ഈ ഹൈക്കമാൻഡ് എന്ന് കേട്ടു തുടങ്ങുന്നത്, അല്ലേ? സബ്ജക്ട് ടു കറക്ഷൻ. അപ്പോൾ ഈ ഒരു ബോഡി എടുത്ത ചില തീരുമാനങ്ങൾ പറയാം. രാജസ്ഥാനിൽ അവിടെ സച്ചിൻ പൈലറ്റിനെ അവിടുത്തെ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളെ വൻതോതിൽ അവിടെ സൈക്കിൾ, നമ്മുടെ ചാണ്ടി ഉമ്മനെ പോലെ അവിടെ ഗ്രാമാന്തരങ്ങൾ, അവിടുത്തെ ചൂട് നമുക്കറിയാമല്ലോ. യൂത്ത് ഫേസ് ആയിരുന്നു. അതെ, യൂത്ത് ഫേസ് ആൻഡ് യൂത്ത് ഐക്കോൺ ആയിരുന്നു അദ്ദേഹം. അവിടെ പ്രകടിപ്പിച്ച പ്രചാരണം ഗ്രാമാന്തരങ്ങളിലൊക്കെ നടത്തിക്കൊണ്ട് ഒരു സീറ്റിൻ്റെ മാത്രം കുറവിൽ അവിടെ രാജസ്ഥാനിൽ കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ രാജേഷ് പൈലറ്റിൻ്റെ മകനാണ്. രാജേഷ് പൈലറ്റ് താരമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു വലിയ ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. പാർട്ടിക്കാരനേക്കാളും അഴിമതി പുരളാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ അതിനേക്കാൾ ഈ ചാണ്ടി ഉമ്മൻ ചാണ്ടിയും തമ്മിൽ എങ്ങനെയോ അതുപോലുള്ള ഒരു അതിനേക്കാളും പക്ഷേ രാജേഷ് പൈലറ്റ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിരിക്കട്ടെ, അങ്ങനെയുള്ള ഒരാൾ മുഖ്യമന്ത്രിയാവുന്ന അദ്ദേഹം തന്നെ പ്രതീക്ഷിച്ചു. അങ്ങനെ ഇരിക്കെ അവിടെ അദ്ദേഹത്തെ അല്ല, ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയാക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 50 വയസ്സോടടുത്ത സമയത്താണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കുന്നത്. അദ്ദേഹം പിടിച്ചു വാങ്ങിക്കുകയായിരുന്നു എന്നാണ് എനിക്കുന്നത്. ഹൈക്കമാൻഡ് അത് അനുവദിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു? പിറ്റേ പ്രാവശ്യം കോൺഗ്രസിന് അവിടെ അധികാരം കിട്ടാതെ BJP അവിടെ ഗവൺമെൻറ് സ്ഥാപിച്ചു, ഇല്ലേ? അവിടെ ഉണ്ടായി. അതുപോലെ തന്നെയാണ് നമ്മുടെ മധ്യപ്രദേശിൽ നമ്മുടെ ജ്യോതിരാജ് എന്നത്തെ കേന്ദ്ര മുഖ്യമന്ത്രി ചെറുപ്പക്കാരൻ, യങ് ബ്ലഡ്,
നമ്മുടെ സിന്ധ്യയുടെ മകൻ. അതെ, ബ്ലഡ് എന്ന് പറഞ്ഞാൽ വി ഡി സതീശനേക്കാളൊക്കെ എത്രയോ ആക്റ്റീവായിട്ട് BJPയുടെ കോട്ടകൾ തകർത്ത് മുന്നേറിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. BJPക്ക് ലോക്ക സ്റ്റാൻഡ് കൊടുക്കാതെ മധ്യപ്രദേശിൽ പ്രവർത്തിച്ചിരുന്ന ഒരു രാജകുമാരനാണ്, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ മുഖ്യമന്ത്രിയാക്കിയത് കമൽനാഥിനെയാണ്. കമൽനാഥിനെ ആക്കിയതിൻ്റെ ഫലമായിട്ട് പിന്നെന്ത് സംഭവിച്ചു? പിന്നൊരിക്കലും ഈ പ്രാവശ്യം ഒരൊറ്റ പാർലമെന്റ് അംഗം എനിക്കില്ലെന്നാ തോന്നുന്നു. ഉണ്ടോ? രാജ്യസഭയിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. എന്തായാലും ആയിക്കോട്ടെ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അതുപോലെ തന്നെ രാജസ്ഥാൻ എന്നൊക്കെ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയായിരുന്നു കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഉത്തർപ്രദേശും ഉണ്ടായി, ഓഫ് കോഴ്സ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം മധ്യപ്രദേശിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പരിവ് എന്താ? അവിടെ ഈ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം കോൺഗ്രസിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടില്ലേ? അവിടെ ഞങ്ങൾ മാത്രമല്ല, കർണാടകയിൽ DK ശിവകുമാർ ഇപ്പോഴും ഡൽഹിയിൽ പോയിട്ട് ഇങ്ങനെ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞ് കേഴുകയാണ്. മധ്യപ്രദേശിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം, മധ്യപ്രദേശിലെ തീരുമാനം, ഹൈക്കമാൻഡിന്റെ തീരുമാനം ശരിയെന്നേ ഞാൻ പറയത്തുള്ളൂ. അതെന്താ കാര്യം? കാരണം ഒരു മുഖ്യമന്ത്രി ഞങ്ങൾ തീരുമാനിച്ചു, അത് ചിലപ്പോൾ അവിടുത്തെ ചില സോഷ്യൽ ബാലൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിലായിരിക്കും അങ്ങനെ ഒരു മുഖ്യമന്ത്രി തീരുമാനിച്ചു. വലിയ മോശമല്ലാത്ത തന്നെ ഒരു പദവിയാണ് ഇത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നൽകിയിരുന്നത്, പാർട്ടിയിലും ഗവൺമെന്റിലും നൽകിയിരുന്നത്. അദ്ദേഹം പക്ഷേ നേരെ അദ്ദേഹത്തിന്റെ അമ്മായി രാജമാതാ, പക്ഷേ അദ്ദേഹം BJPയുമായി BJPയിലേക്ക് ചേർന്നു. അത് പറഞ്ഞത് അദ്ദേഹത്തിന് ചേർന്നില്ല, സച്ചിൻ ചേർന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫലപ്രദമായിട്ട് തടഞ്ഞു. അതെ, അപ്പോൾ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി നാളെ BJPയിൽ പോയി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ, മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ BJPയിൽ പോയി എന്നുള്ളൊരു വാർത്ത കേൾക്കേണ്ടി വരുമായിരുന്നു. കാരണം അങ്ങനെ ഒരു ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾ ഇന്നല്ലെങ്കിൽ നാളെ പോകും. അതിൽ ജ്യോതിരാദിത്യ സിന്ധ്യ BJPയുമായിട്ട് അലയൻസ് ഉണ്ടാക്കി പോയില്ലേ, അദ്ദേഹം BJPയിലേക്ക് പോയില്ലേ, മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ ഘടകകക്ഷിയായതുമല്ലേ, BJPയിലേക്ക് പോയി ചേക്കേറിയില്ലേ. അപ്പോൾ അവിടുത്തെ തീരുമാനം, അവിടുത്തെ സോഷ്യൽ ബാലൻസ് അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണ അതനുസരിച്ച് അന്നെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ ഹൈക്കമാൻഡ്. രാജസ്ഥാനിൽ 5 വർഷം കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പ്, 5 വർഷം അശോക് ഗെഹ്ലോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി. പക്ഷെ 5 വർഷം കഴിഞ്ഞ് ആ ഒരു ബാലൻസ് ക്ലിയർ ചെയ്യുന്നതിൽ അവിടുത്തെ സ്റ്റേറ്റ് പൊളിറ്റിക്സിലുള്ള തർക്കങ്ങളാണ് ഈ 5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടായ പരാജയം. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നാണ് അന്നത്തെ സർവേകളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ ഒരു ഇക്വേഷൻ, ഇവരുടെ ഒരു രസതന്ത്രം അവിടെ വിജയിച്ചിട്ടില്ല. ശ്രീ സച്ചിൻ പൈലറ്റിൻ്റെയും ശ്രീ അശോക് ഗെഹ്ലോട്ടിൻ്റെയും ഒരു രസതന്ത്രം അവിടെ വിജയിച്ചിട്ടില്ല. അവർ തമ്മിലുള്ള ചില ഇഷ്യൂസാണ്, ഇന്റേണൽ ഇഷ്യൂസാണ്, പാർട്ടിക്കുള്ളിലെ ഇന്റേണൽ ഇഷ്യൂസാണ്. അവിടെ നമുക്ക് വീണ്ടും 5 വർഷം കഴിഞ്ഞാണ്, ഒരു ഗവൺമെൻറ് 5 വർഷം ഭരിച്ചതിന് ശേഷമാണ് അവിടെ രാജസ്ഥാൻ നമ്മൾ പരാജയപ്പെടുന്നത്, വിജയിച്ചില്ല. പക്ഷേ ആ സച്ചിൻ പൈലറ്റ് ഇന്നും പാർട്ടിയുടെ ഒരു മുഖമായി, ഉത്തരേന്ത്യയിലെ ഒരു മുഖമായി, യൂത്തിൻ്റെ ഒരു മുഖമായി ഇപ്പോഴുമുണ്ട്. നമുക്ക് രാജസ്ഥാനിൽ പ്രതീക്ഷയുണ്ട്. രാജസ്ഥാനിൽ ഇനിയും പ്രതീക്ഷയുണ്ട്. മധ്യപ്രദേശിലെ പ്രതീക്ഷ പോയെന്നാണോ എൻ്റെ അർത്ഥം? അങ്ങനെയില്ല, പൂർണ്ണമായി പോയില്ല എന്നുള്ളത്. നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സമയം അവസാനിക്കാറായതുകൊണ്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളത്തിലിപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന ഒരു തീരുമാനമല്ലെന്നുള്ളതാണ്. അതായത് കേരളത്തിലെ ഭൂരിപക്ഷം ഇതിൻ്റെ മുൻ ഭാരവാഹികളും പലരും ഉണ്ട്, വ്യത്യസ്ത സ്വരങ്ങളുമുണ്ട്. പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അത് തന്നെയാണല്ലോ ജനവികാരം എന്ന് പറയുന്നതും. ആ ജനവികാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു സംശയം അപ്പോഴും കോൺഗ്രസ് പോലൊരു കക്ഷിയിൽ ഈ ഒരു പദവിക്ക് വേണ്ടി കലഹം കൂട്ടുക എന്ന് പറയും, ഇത്രയും വലിയ പാരമ്പര്യമുള്ള, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള ചരിത്രമുള്ള പാർട്ടി, ഏറ്റവും പ്രായമുള്ള പാർട്ടി, അവിടെ ഈ ഒരു പദവിക്ക് വേണ്ടി മുതിർന്ന ജനപ്രിയരായ ജനവികാരം തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള 3 പേർ കലഹിക്കുക എന്ന് പറയുമ്പോൾ പാർലമെൻ്ററി വ്യാമോഹമെന്ന് പറയുന്ന രോഗം കോൺഗ്രസ് ഗാത്രത്തെ ഗാഠമായിട്ട് ബാധിച്ചിരിക്കുന്നുവെന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? അല്ല, ഇതിൽ പാർലമെൻ്ററി പാർട്ടി വ്യാമോഹം എല്ലാവരിലും അളവ് കൂടിയും കുറഞ്ഞുമൊക്കെ ഉണ്ടാകും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കും. കാരണം
പൊളിറ്റിക്സിൽ നിൽക്കുന്നവർ എന്തെങ്കിലും സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നു, അതിൽ വലിപ്പച്ചെറുപ്പമുണ്ടാകാം, ആഗ്രഹങ്ങൾ കുറയാം, അതൊന്നും തെറ്റല്ല. അപ്പോൾ ഇതും അങ്ങനെ തന്നെ നമ്മൾ നോക്കിക്കണ്ടാൽ മതി. ഇതിലൊരു കടിപിടി അങ്ങനത്തെ ഒരു വിഷയമില്ലല്ലോ. യോഗ്യതയുള്ളവർ, ഇപ്പോൾ ഒരു പൊസിഷനിലേക്ക് യോഗ്യതയുള്ളവർ ചിലപ്പോൾ 2 പേർ കാണും, 3 പേർ കാണും, 5 പേർ കാണും. അതിൽ നിന്നാണ് ഒരാളിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ ഇപ്പോൾ നിൽക്കുന്നതിൽ ആരും യോഗ്യത കുറഞ്ഞവരല്ല. അവർക്ക് മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അതിൽ നിന്നൊരാളിനെ കണ്ടെത്തുന്നു. അത് MLA-മാരുമായിട്ട് ചർച്ച ചെയ്ത് MLA-മാരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം, അതിന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കേട്ടതിന് ശേഷമാണല്ലോ തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു പഞ്ചായത്ത് കമ്മിറ്റി എടുക്കുവാണ്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ നമുക്ക് 10 അംഗങ്ങളാണ് നമുക്കുള്ളത്. കോൺഗ്രസിനോ UDF-നോ ഉണ്ടെന്ന് നോക്കിയാൽ ആ 10 പേരിൽ ചിലപ്പോൾ 7 പേർ ഒരാളുടെ പേര് പറയും, 3 പേരായിരിക്കും മറ്റൊരാളുടെ, 2 പേർ അത് ഇവിടെ മത്സരിക്കുവാനുണ്ടായിരിക്കില്ല, 3 പേരും മത്സരിക്കാനുണ്ടായിരിക്കും. അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളിനെയാണ് നമ്മൾ സാധാരണ നിലയിൽ പ്രസിഡന്റ് ആക്കാറുള്ളത്. കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നമുക്ക് ഒത്തിരി പഞ്ചായത്തുകൾ കിട്ടി. ഏകദേശം 52% പഞ്ചായത്തുകൾ നമുക്ക് കിട്ടി. അപ്പോഴും എല്ലാം എടുത്ത സ്ട്രാറ്റജി ഇതായിരുന്നു. തീർച്ചയായിട്ടും അതാണ് എൻ്റെ പ്രൊസീജിയറിൽ കോൺഗ്രസ് നമ്മളീ പറഞ്ഞ എക്സെപ്ഷൻസ് ഒഴികെ തീരുമാനിക്കാറുള്ള ഒരു കാര്യം നിരീക്ഷകരെ അയക്കുക. പാർലമെൻ്ററി പാർട്ടി എന്ന് പറയുന്ന MLA-മാരുടെ കൂട്ടത്തെ ഒറ്റയ്ക്കായിട്ടും കൂട്ടമായിട്ടും കാണുക. അതിലെ ഭൂരിപക്ഷം എന്താണെന്ന് വെച്ചാൽ പേപ്പറിൽ എഴുതിക്കൊണ്ട് പോവുക. ആ പേപ്പറിൽ എഴുതിയത് അവിടെ കൊടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആളിനെ മുഖ്യമന്ത്രിയെ ആക്കുക. പ്രശ്നം തീർന്നു. ആ മോഡസ് ഓപ്പറാൻഡി അങ്ങനെ പോകേണ്ടതിന് പകരം അങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ ഇവിടെ പ്രകടനം നടത്തിയാണ് ഏറ്റവും തെളിഞ്ഞത്. ആ പ്രകടനം നടത്തിയതിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ പറയുകയാണ്, എനിക്ക് മുഖ്യമന്ത്രി പദം കൊടുത്താൽ ഞാൻ ഒരു പദവും സ്വീകരിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ജനവികാരം നേരെ തിരിച്ചായി പോകത്തില്ലേ? അഭിലാഷിന്റെ അഭിപ്രായം എന്താ? അഭിലാഷ് ഏത് ചേരിയിലാണെന്നുള്ള അറിയാതെ ഞാൻ ചോദിക്കുകയാണ്. അല്ല, അത് തിരിച്ചടിക്കും. അതിൽ ഇപ്പോ സാറിനൊരു തീരുമാനമുണ്ടാകും. ഇപ്പോൾ ഒരു വിഷയത്തെ പറ്റി അദ്ദേഹത്തിന്റെ വിഷൻ വേറൊരു രീതിയിലായിരിക്കും, എൻ്റെ വിഷൻ വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നു ആൾ ശ്രീ VD സതീശൻ അങ്ങനെ പറഞ്ഞു എന്നാണല്ലോ സാർ സൂചിപ്പിച്ചത്. അത് ഓരോരുത്തരുടെയും വിഷനാണ്, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. ഒരു നേതാവ് അങ്ങനെ മതിയോ? സർവ കസേരകളും വേണ്ടെന്ന് വെച്ച മഹാത്മാഗാന്ധി അംഗമായിട്ടിരുന്ന ഒരു പാർട്ടിയാണിത്, അല്ലേ? അതുപോലെ തന്നെ VM സുധീരൻ കേരളത്തിൽ തന്നെ തിളങ്ങുന്ന ഉദാഹരണമായിട്ടുണ്ട്. സ്ഥാനത്യാഗം ചെയ്ത് ഒരു പദവിയും വേണ്ടെന്ന് പറഞ്ഞു. ശ്രീ സോണിയാജി ഈ പ്രധാനമന്ത്രി പദം തങ്കത്തളികയിലെടുത്ത് നൽകിയിട്ടവർ വേണ്ട എന്ന് പറഞ്ഞു മാറി. മൻമോഹൻ സിംഗിനെ ക്ലെയിം ജോയിന്റ് പ്രസിഡന്റിന്റെ അടുത്ത് പോയതിനു ശേഷമാണ് വേണ്ടത്. പാർട്ടി പറഞ്ഞല്ലോ, ഉണ്ടല്ലോ AK ആന്റണി ഇല്ലേ, അത് വേണ്ടെന്ന് വെച്ചാൽ. അതുപോലെ K കരുണാകരൻ ഒരു തിളങ്ങുന്ന ഉദാഹരണമാണ്. അദ്ദേഹം പിന്നെ CPM-ന് ഭൂരിപക്ഷം, CPM-നെ തോൽപ്പിച്ചിട്ട് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടും CPI-ലെ അന്ന് 23 സീറ്റ് നേടിയ CPI-യുടെ നേതാവ് C അച്യുതമേനോനെ വിളിച്ച് മുഖ്യമന്ത്രി പദം കൊടുത്തിട്ട് ഞാൻ മന്ത്രിയായിട്ടിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ. അല്ല, ചിലപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഞങ്ങൾ അഭിലാഷേ, എന്തുകൊണ്ട് സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിന്റെ കീഴിൽ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കാൻ? ആഭ്യന്തരമന്ത്രി ഏറ്റവും നല്ല പോസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ക്ലെയിം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം അതിന് പോലും വഴങ്ങാതിരിക്കുക എന്ന് പറഞ്ഞ കടുത്ത ഒരു അധികാര മോഹം. ഇതെല്ലാം തൻ്റെ കെയർ ഓഫിൽ നടന്ന ഒരു വിജയമാണെന്നൊരു ധാരണ വരുത്തി കുറേ പത്രക്കാരുമുണ്ട് അതിന്. ഇത് പക്ഷേ ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന എന്താ? പിണറായി വിജയനോടുള്ള ആ ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു വികാരം, ജനതരംഗം. ആ ജനതരംഗമാണ് കോൺഗ്രസിനെ സഹായിച്ചത്. പക്ഷേ അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നൊരു ക്ലെയിം തന്നെ അമിതമായ അവകാശവാദമാവുന്നില്ല. നിന്റെ ഒരു അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് ആഗ്രഹിച്ചു, എനിക്ക് ലഭിച്ചില്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണമായ പ്രതിഷേധമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് ആഗ്രഹിച്ചു, അത് വേണ്ടെങ്കിൽ ഇപ്പൊ VD സതീശൻ നേരത്തെ എന്താണ് പറഞ്ഞത്? തിളക്കമാർന്ന വിജയം ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ UDF വിജയിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ അത്രയും എക്സ്ട്രീമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ യഥാർത്ഥത്തിൽ പറയാൻ പാടില്ല എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു നേതാവും കേരളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭരണം കിട്ടി, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം മാറി നിന്ന് പാർട്ടിയെ നയിക്കണം.
നയിക്കണമെന്നാണ് പാർട്ടിയെ നയിക്കണം. അതെ, അതാണ് ശരിയായ രീതി. അതാണ് ഇപ്പോ എല്ലാവർക്കും ഒരു മുഖ്യമന്ത്രി കസേരയല്ലേ ഉള്ളൂ. അതെ അതെ. ഇപ്പൊ എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല. കിസാൻ കുർസിക്ക് ആക്കരുത് കോൺഗ്രസിനെ, അതല്ലേ? അതെ അതെ അതെ. അപ്പൊ അധികാരത്തിൽ മാറി നിന്നാലും ജനസേവനം ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്തല്ലോ. കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആൾക്കാർ അതല്ലേ ചെയ്തിരുന്നത്. അതെ, ആ സേവനം തുടർന്നും ചെയ്യാം. അതുപോലെ തന്നെ അവസാനമായിട്ട് ഒരു കാര്യം ഇക്കാര്യം മുസ്ലിം ലീഗ് കയറി ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞത് ശരിയായി. കാരണം നിങ്ങളുടെ കാര്യം നിങ്ങൾ തീരുമാനിക്കും. ഏറ്റവും വലിയ കക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 63 അംഗങ്ങളും അവർക്ക് 23 അംഗങ്ങളുമാണുള്ളത്. നിങ്ങളുടെ വിജയത്തിന് കാരണം അവരാണെങ്കിൽ അവരുടെ ഇത്ര വിജയത്തിന് കാരണം നിങ്ങളുമാണ്. അതെ അതെ. അപ്പൊ പരസ്പരപൂരകമായിട്ടുള്ള വിജയമാണ്. അപ്പൊ പിന്നെ അങ്ങനെ അഭിപ്രായങ്ങൾ അങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നൊരു പക്ഷം. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ശരിയല്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. വളരെ നല്ല സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, താങ്കൾ അത് കാണിച്ച ധൈര്യത്തിന് ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു.